ഇതാണ് ചങ്ങായിമാരെ കൽപ്പറ്റക്കാര്. ആ സ്റ്റേജിൽ അപമാനിതനായിട്ടുള്ള ആ കൽപ്പറ്റ MLA-നെ കൽപ്പറ്റുള്ള ആളുകൾ, അവിടുത്തെ അമ്മമാര് ആശ്വസിപ്പിക്കുന്ന വാക്കാണ്. ഇത് കണ്ടുനോക്കുക. കണ്ടില്ലേ, ആ വേദിയിൽ കൂക്കിയ കുറുക്കന്മാര് അവരൊന്നും ഇത് അനുഭവിച്ച ആളുകളല്ല. അവിടുത്തെ പ്രയാസങ്ങളിൽ അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകളല്ല അവരൊന്നും. ഇവരൊക്കെയാണ് അവിടെ പ്രയാസത്തിൽ, വയനാട്ടിലുള്ള പ്രയാസത്തിൽ അനുഭവിച്ച ആളുകളാണ് ഇവരൊക്കെ. ഇവർക്കറിയാം ഈ മനുഷ്യൻ അവിടെ ആ സമയം മുതൽ, ആ ഒരു പ്രശ്നം നടന്നത് മുതൽ എന്തൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ മനുഷ്യന്മാർക്ക് അറിയാം. നന്ദിയുണ്ട് ഇവർക്ക്. ആ കൂകാനും ആളുകളെ വിളിച്ചുകൊണ്ടോന്നാണെങ്കിലും ശരി, ഇനിയിപ്പോ അവിടെ ഉള്ള ആളുകളാണെങ്കിലും ശരി, അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നമുക്കവിടെ രണ്ട് പരിപാടികൾ നടന്നു അവിടെ അല്ലെ. ഒന്ന് ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയാണ് ഇന്നലെ. ഒരു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നടത്തിയൊരു പരിപാടി. അതിൽ അവർ മാക്സിമം രാഷ്ട്രീയം കൂട്ടിച്ചേർക്കാനൊന്നും ഇനി അവർ ചേർത്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പരിപാടി എന്നുള്ള നിൽക്കാവുന്ന കുഴപ്പമില്ല. ഇന്ന് നടന്ന പരിപാടി മാക്സിമം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടാണ് അല്ലേ. രാഷ്ട്രീയ ലാഭം നോക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത്. മാത്രമല്ല ആ മൈക്ക് വരെ അടിച്ചുപോയി. നിങ്ങൾ ആ മനുഷ്യനെപ്പോ ആ സ്റ്റേജിൽ വെച്ചിട്ട് കൂകി അപമാനിച്ചില്ലേ, ആ ഒരു കാരണം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഡബിള് ഭൂരിപക്ഷം കൽപ്പറ്റക്കാർ കൊടുക്കും. നോക്കിക്കോളേണ്ടി നിങ്ങൾ.